നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നാടകത്തിലായാലും, സിനിമയിലായാലും, സീരിയലിലായാലും കിട്ടുന്ന വേഷങ്ങൾ അത് ഗ്ലാമർ എന്നുള്ള വേഷങ്ങളല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന വ്യത്യസ്ത മുഖങ്ങളെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന പഴയകാല അഭിനേതാക്കളിൽ ഒരാളായ അഭിനേത്രിയായ മീന ഗണേഷ് 82ാമത്തെ വയസ്സിൽ യാത്രയായി. ഏത് കഥാപാത്രങ്ങൾ കൊടുത്താലും, പ്രത്യേകിച്ചും വടക്കൻ മലബാറിലെ മുസ്ലിം കഥാപാത്രം, ദേഹം മുഴുവൻ നാക്കുള്ള സ്ത്രീകളുടെ വേഷം എത്ര മനോഹരമായിട്ടാണ് അവര് സീരിയലിലും സിനിമയിലും അവതരിപ്പിച്ചത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ മതി. മുകേഷിന്റെ അമ്മയും വിജയകുമാരി അമ്മയും നമ്മുടെ താര കല്യാണിന്റെ അമ്മയും മീന ഗണേഷും കൂടി 3 വയസ്സായ സ്ത്രീകൾ, കവിയൂർ പൊന്നമ്മയ്ക്ക് പറ്റിയ 3 ജോലിക്കാർ. എന്ത് രസമായിട്ടാണ് ആ 3 പേര് ചെയ്തത്. അതുപോലെ തന്നെ കലാഭമണിയുടെ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ മണിയുടെ അമ്മയായതും അവരായിരുന്നു. 7 സിനിമയിലെന്തോ അമ്മയായിരുന്നു. ഇത് രസമായിട്ട് ആ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ പടത്തിൽ മേഘനാഥൻ വന്ന് ബഹളമുണ്ടാക്കി പൈസയൊക്കെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നിടത്തൊക്കെ അവർ കാണിക്കുന്ന പ്രകടനം നമ്മളെ വേദനിപ്പിക്കുന്ന പ്രകടനമായിരുന്നു. ഒരുപാട് നല്ല വേഷങ്ങൾ, 200ഓളം 200ലധികം സിനിമകൾ ചെയ്തു എന്ന് പറയും. അതുപോലെ ഒരുപാട് സീരിയലുകൾ, ചാലക്കുടി സാരഥിയുടെ പസഹ്, തിലകൻ സംവിധാനം ചെയ്ത പസഹ് അടക്കം ഒരുപാട് നല്ല നാടകങ്ങൾ. ഒരു നല്ല അഭിനേത്രിയായിരുന്നു. മുഖത്ത് ചായം തേച്ചിരിക്കുകയാണ്, അതൊരു കഥാപാത്രമാകാൻ വേണ്ടി അവർ അഭിനയിക്കുന്നതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താതെ നമ്മൾ എവിടെയോ അപ്പുറത്തോ ഇപ്പുറത്തോ വീടുകളിൽ കണ്ടിട്ടുള്ളത് പോലെ മനോഹരമായി കിട്ടിയ വേഷങ്ങൾ ചെയ്ത ആളായിരുന്നു മീന ഗണേഷ്. 82ാമത്തെ വയസ്സിൽ രോഗപീഠകളാൽ കുറേ ദിവസമായിട്ട് പരസഹായമില്ലാതെ എണീറ്റ് നടക്കാനൊന്നും പറ്റാത്ത, കാലിന് ശക്തിക്കുറവോ എന്തൊക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. നാടകരംഗത്തെ നടനും സംവിധായകനും നാടകകൃത്തുമൊക്കെ ആയിരുന്ന ഗണേഷ് ആയിരുന്നു അവരുടെ ഭർത്താവ്. പ്രേമിച്ച് കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തുറന്നു പറയുന്ന ഭാര്യയായിരുന്നു മീന ഗണേഷ്. എന്തായാലും അവർ യാത്രയായി. മീന ഗണേഷിന്റെ ആത്മാവിന് നിത്യശാന്തി നേരാം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മീന ഗണേഷ് മരിച്ചു പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞ ചില പോയിന്റുകളിൽ പിടിച്ചിട്ടാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, നേരം വെളുക്കുമ്പോൾ ഞാൻ ഉണരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കുറെ കാലമായി ഞാൻ ഉറങ്ങാറ് എന്ന് അവർ പറയുന്ന കേട്ടപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് എന്റെ മനസ്സിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. നാടകരംഗത്ത് വന്നു, പ്രശസ്തയായി. നാടകരംഗത്തെ ഒരു ആചാര്യൻ എന്ന് പറയാവുന്ന നാടകകൃത്തും സംവിധായകനും നടനുമൊക്കെ ആയ ഒരാളെ പ്രേമിക്കുന്നു. 6 വർഷക്കാലം പ്രേമിച്ച് വീട്ടുകാരുടെയൊക്കെ എതിർപ്പിനെ വകവയ്ക്കാതെ, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾ നോക്കാതെ വിവാഹം കഴിക്കുന്നു. ഇണക്കുരുവികളെ പോലെ അവർ രണ്ടുപേരും ജീവിക്കുന്നു. 10-35 വർഷം, 39 വർഷം എന്തോ ഒന്നിച്ച് ജീവിച്ചു. ഒരു മോനും ഒരു മോളുമായി. മകള് പാലക്കാട്ട്, ഇവർ ഷൊർണൂരാണ് താമസിക്കുന്നത്, പാലക്കാട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയും വേറെ എന്തൊക്കെയോ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഭർത്താവും ഭാര്യയും ജീവിക്കുന്നു. അവരുടെ മകനൊരു സീരിയൽ സംവിധായകനാണ്. പക്ഷേ ജീവിതത്തിന്റെ അവസാന റീലിലെത്തിയപ്പോൾ മീന ഗണേഷ് ആ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കായി. അങ്ങനെ ഒരു കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കായാൽ യൂട്യൂബർമാർക്ക് കൊയ്ത്തായിരിക്കുമല്ലോ. മീന ഗണേഷിന്റെ ചലനമറ്റ ശരീരം വീട്ടിന്റെ മുന്നിൽ കിടത്തിയിരിക്കുമ്പോൾ, മൊബൈൽ മോർച്ചറിയിൽ കിടത്തിയിരിക്കുമ്പോൾ, ഒരു വിവരം കേട്ട യൂട്യൂബർ വീട്ടിനകത്ത് കയറി മകൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓരോ മുറിയും ഇങ്ങനെ സ്റ്റഡിക്കം ക്യാമറ പോലെ ക്യാമറ കൊണ്ട് നടന്ന് ഷൂട്ട് ചെയ്തിട്ട് അവൻ്റെ ഒരു നരേഷൻ ഉണ്ട്, കഴിയുമെങ്കിൽ നിങ്ങൾ കാണണം. ഇത്രയും വിവരം കിട്ടവന്മാരൊക്കെ
യൂട്യൂബിലുള്ളപ്പോഴാണ് നമ്മളും യൂട്യൂബറായിട്ട് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും നാണം തോന്നാറുണ്ട്. ഒരു ഡിജിറ്റൽ ടിവി കാണിച്ചിട്ട് പറയാണ്, "ഒരു വലിയ സിനിമാ നടിയുടെ ടിവി കണ്ടോ? ആ ടിവിക്ക് ഒരു കുഴപ്പമില്ല. 40, 42 ഇഞ്ചോ 48 ഇഞ്ചോ ഉള്ള നല്ലൊരു ടിവി അവിടെ വെച്ചിരിക്കുക." പക്ഷെ അവൻ അതിനെയും ദുഃഖസാന്ദ്രമായി സംസാരിക്കുന്നു. "കണ്ടോ? ഒരു പ്രശസ്തയായ നടിയുടെ വീട്ടിലെ ടിവി കണ്ടോ? ഇത് കണ്ടോ? അത് കണ്ടോ? മോഹന്റെ പുസ്തകങ്ങൾ കണ്ടോ?" എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനകം മുഴുവൻ അവൻ അലക്കുന്നു. പുറത്ത് മൊബൈൽ മോർച്ചറിയിൽ മീന ഗണേഷ് ചലനമറ്റ് കിടക്കുകയാണ്. അയ്യോ! വിവരമില്ലാത്തവന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ യൂട്യൂബിൽ നടക്കുന്നതെന്ന് പറയാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ ഞാൻ എണീക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിനേത്രിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരൊറ്റ കാര്യമേ പറയാൻ തോന്നിയുള്ളൂ. നാടകത്തിലായാലും, സിനിമയിലായാലും, സീരിയലിലായാലും അഭിനയിക്കുന്ന നടിമാർ, നടീനടന്മാരെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നടിമാർ വിവാഹം കഴിക്കരുത് എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഒരു കുടുംബ ബന്ധമുണ്ടായാൽ നിങ്ങളുടെ ജീവിതം പരമദയനീയമായിരിക്കുമെന്ന് ഓരോ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കും. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും പുതിയ ഉദാഹരണമാണ് മീന ഗണേഷ്. ഇപ്പോൾ നമ്മുടെ ജയഭാരതി ചേച്ചി ആർക്കോ കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞൊരു സെന്റൻസ് എൻ്റെ മനസ്സിൽ വരച്ച് ഞാൻ അണ്ടർലൈൻ ഇട്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്ത ജന്മം ആരാകണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അടുത്ത ജന്മം ജയഭാരതിയുടെ അനുജത്തിയാകണം. ആ ഒരൊറ്റ വരി മതി. ജയഭാരതി എന്ന് പറഞ്ഞ നടി ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റാനായി എത്ര ത്യാഗം സഹിച്ചു എന്നറിയാൻ ജയഭാരതി ചേച്ചിയുടെ ആ ഒരൊറ്റ വരി മതി. എനിക്ക് അടുത്ത ജന്മം ജയഭാരതിയുടെ അനുജത്തിയായി ജനിക്കണം. വളരെ അർത്ഥവത്തായ വരിയാണ് ഭാരതി ചേച്ചി പറഞ്ഞത്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. നമ്മുടെ സിനിമയിൽ, സീരിയലിൽ, നാടകത്തിൽ നടിമാർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പളപളപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നും എല്ലാവരും സന്തോഷമായി 10 ഡിഗ്രി മേക്കപ്പ് ഒക്കെ ചെയ്ത് വളവളാന്നുള്ള ഉടുപ്പൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമുക്ക് തോന്നും അവരെല്ലാവരും സമ്പന്നരാണ്, സന്തോഷവതികളാണെന്ന് തോന്നും. നടന്മാരുടെ ഭാഗത്തും ഉണ്ട്, ഞാൻ പറയാം. പക്ഷെ അവരുടെ മനസ്സ് ഒരു നെരിപ്പോട് പോലെ എരിയുന്ന, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കും, വയസ്സുകാലത്ത് എന്നെ സഹായിക്കും എന്ന് അവർ വിശ്വസിച്ച, അവർ ജന്മം കൊടുത്തവർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയും. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അഭിനയ രംഗത്തിറങ്ങുന്ന ആരും വിവാഹം കഴിക്കാതെ ജീവിക്കണം. അല്ലെങ്കിൽ നടിമാരെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നാടക, സിനിമ, സീരിയൽ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു മീന ഗണേഷ്. 1976 പി എ ബക്കറിന്റെ മണിമുഴക്കം എന്ന് പറഞ്ഞ സിനിമയിലാണ് അവർ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. 1991 സുരേഷ് ഉണ്ണിത്താൻ ജയറാമിനെയും ഉർവശിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജെ പള്ളശ്ശേരി എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിനെ കൊണ്ട് ആദ്യമായിട്ട് എഴുതിച്ച സിനിമയാണല്ലോ മുഖച്ചിത്രം. അതിലെ ഒരു മുസ്ലിം വേഷം, പാട്ടൊക്കെ പാടി വരുന്ന ഒരു മുസ്ലിം വേഷം മീന ഗണേഷിനെ ശ്രദ്ധേയയാക്കി. 1942 പാലക്കാട് കല്ലേൽ കുളങ്ങരയിലാണ് അവർ ജനിച്ചത്. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന കെ പി കേശവന്റെ മകളാണ് മീന ഗണേഷ്. അവർ തന്നെ പറയുന്നുണ്ട്, അച്ഛന് വാലൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കെ പി കേശവൻ നായർ എന്നുള്ളതിന്റെ നായരെ വെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ അവർ പറയുന്നു, എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ MGRനെ സിനിമയിൽ എത്തിച്ചത്, കലാരംഗത്ത് എത്തിച്ചത് അച്ഛനാണ് എന്ന് പലരും പറഞ്ഞ. ഈ പാലക്കാടാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇദ്ദേഹവും MGRും പാലക്കാട്ടുകാരനാണ്. 1971 AN ഗണേശനെ വിവാഹം കഴിച്ചു. നാടകരംഗത്തുള്ളവർക്ക്, അല്ലെങ്കിൽ നാടക സ്നേഹികൾക്ക്, നാടക പ്രേമികൾക്ക് അറിയാം ഗണേശനായിരുന്നു. നല്ല നടനാണ്, നല്ല നാടകകൃത്താണ്, നല്ല സംവിധായകനാണ്. ഷണ്ണൂരിൽ പൗർണമി കലാമന്ദിർ എന്ന് പറഞ്ഞ ഒരു നാടക ട്രൂപ്പ് തുടങ്ങി ഒരു വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യയും ഭർത്താവും കൂടി. പൊളിഞ്ഞു പാളിസായി എന്ന് പറയണ്ടല്ലോ. നമ്മളെ നാടകത്തിൽ അഭിനയിക്കുന്നവർ തുടങ്ങിയ നാടക ട്രൂപ്പുകളൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. KPSC, SL പുരത്തിന്റെ സൂര്യസോമ, ചങ്ങനാശ്ശേരി ഗീത, അങ്കമാലി പൗർണമി, നാഷണൽ, സാരഥി, ടൂണ, യമുന, പൂജ തുടങ്ങിയ കുറെ നാടക ട്രൂപ്പുകളിൽ മീന ഗണേഷ് അഭിനയിച്ചിട്ടുണ്ട്. കലാഭമണിയുടെ അമ്മയായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയായത്. ചാലക്കുടി സാരഥിക്കായി, ചാലക്കുടിക്കാരനാണല്ലോ മണി, നമ്മുടെ തിരക്കഥാകൃത്ത് അകാലത്തിൽ പൊരിഞ്ഞ TA റസാഖ് എഴുതി നമ്മുടെ നടൻ തിലകൻ ചേട്ടൻ സംവിധാനം ചെയ്ത പസഹ് എന്ന് പറഞ്ഞ മനോഹരമായൊരു നാടകമുണ്ട്. ആ നാടകത്തിനെയാണ് പിന്നെ GS വിജയൻ ഖലാസി എന്ന് പറഞ്ഞ സിനിമയാക്കിയത്. ആ പസഹ് എന്ന് പറഞ്ഞ നാടകത്തിൽ
കുൽസുംബി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം കഥാപാത്രം മീന ഗണേഷ് ചെയ്തു. വലിയ എന്താ പറയുക, പ്രേക്ഷക പ്രീതി നേടിയെടുത്ത വേഷമായിരുന്നു. മണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് ഈ മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് അവരെ കണ്ട യൂട്യൂബർമാരെയൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന ഒരു സെന്റൻസ് അതായിരുന്നു. 7 പടത്തിൽ മണിയുടെ അമ്മയായി. അപ്പൊ മണി പറഞ്ഞിരുന്നു എന്ന്, ഞാനൊരു സീരിയൽ നിർമ്മിക്കാൻ പോവാണ്. ആ സീരിയലിൽ എൻ്റെ അമ്മയായിട്ട് ചേച്ചി തന്നെ ആയിരിക്കും. ചേച്ചി എന്നല്ല, അവരെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത് അയാൾ. മണി മരിച്ചപ്പോൾ പക്ഷെ പോയില്ല. അത് സിനിമാക്കാരുടെ സ്ഥിര സംഭവമാണല്ലോ. ഇപ്പൊ ഷൊർണൂരും ചാലക്കുടിയായിട്ട് എത്ര ദൂരമുണ്ട്? അന്ന് അവർ അവശയുമല്ല. പക്ഷെ മരിച്ചപ്പോൾ പോയില്ല. അത് മരിച്ചപ്പോൾ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ അടുത്ത കാലത്ത് മധു സാർ പറഞ്ഞൊരു കമന്റാണ്. മധു സാറിന്റെ ഒരു സുഹൃത്ത് മരിച്ചു. അപ്പൊ ആരോ വേറൊരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, മധു, നമ്മുടെ മറ്റേ ഇന്നാള് മരിച്ചു, പോകുന്നില്ലേ എന്ന്. അപ്പൊ മധു സാർ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ ചെന്നില്ലേ എന്ന് അവൻ അറിയില്ലല്ലോ എന്ന് മധു സാർ പറഞ്ഞു. വളരെ അർത്ഥവത്തായ വാക്കാണ് മധു സാർ പറഞ്ഞത്. കാരണം മരിച്ച സുഹൃത്ത് അറിയില്ലല്ലോ മധു സാർ വന്നോ ഇല്ലേ എന്ന്. അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ മണി മരിച്ചപ്പോൾ മണി അറിയുന്നില്ലല്ലോ. ഞാൻ അമ്മ അമ്മ എന്ന് വിളിച്ച് ഞാൻ ഏതൊക്കെ പടത്തിൽ അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ എൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മീന ഗണേഷ് അവസാനമായി എന്നെ കാണാൻ വന്നില്ല എന്ന് മണി അറിയുന്നില്ല. മീന ഗണേഷിനെ കാണാൻ വന്നില്ല എന്ന് കലാഭവൻ മണി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, മീന ഗണേഷും ഇതൊക്കെ തന്നെ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ യൂട്യൂബർമാർ പറയുന്നു മീന ഗണേഷ് എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ പ്രശസ്തയായ അമ്മ മരിച്ചിട്ട് സിനിമാക്കാരിൽ വളരെ ചുരുക്കം പേര്, അബു സലീമിനെ പോലെയൊക്കെയുള്ള ചുരുക്കം പേരെ വന്നുള്ളൂ. സ്വന്തം അമ്മ അമ്മ എന്ന് വിളിച്ചിരുന്ന മണിയെ കാണാൻ പോലും അവർ പോയിട്ടില്ല എന്നുള്ളത് ഈ യൂട്യൂബർമാർക്ക് അറിയില്ല. നാടക നടി ആയിരുന്നപ്പോഴായിരുന്നു മീന നാടകക്കാരനായ ഗണേഷുമായി പ്രണയത്തിലാവുന്നു. 6 വർഷത്തോളം നീണ്ടുനിന്ന, എന്താ പറയാ, കലർപ്പില്ലാത്ത പ്രണയം. നാട്ടിലും വീട്ടിലുമൊക്കെ എതിർപ്പുണ്ടാക്കിയ പ്രണയം. നാടകത്തിൽ ചൊവ്വും നിരപ്പൊക്കെയുള്ള ഒരു നടിക്കും പ്രണയിക്കാൻ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത നാടാണ് എന്ന് ഞാൻ പറയും. എൻ്റെ അനുഭവം കൊണ്ട് പറയാം. എനിക്ക് നാടകമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് പറയുകയാണ്. ഒരുമാതിരിപ്പെട്ട ചൊവ്വും നിരപ്പുള്ള എല്ലാ നടിമാർക്കും ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ കാമുകന്മാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും നാടക നായകന്റെയോ നാടക നിർമ്മാതാവിന്റെയോ നാടക സംവിധായകന്റെയോ രണ്ടാം ഭാര്യയായിരുന്നിരിക്കും മിക്കവാറും ഉള്ള നായികമാർ. വളരെ ചുരുക്കം പേരേ ഉള്ളൂ അങ്ങനെ അല്ലാത്തവർ. ഇനിയിപ്പോൾ ഇതിന്റെ പുറകിൽ നാടക സംഘടനകളൊന്നും വന്ന് എനിക്കെതിരെ പറയണ്ട, എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഓ മാധവനെ പോലെ വിരലിലെണ്ണാവുന്ന നാടകക്കാരേ ഉള്ളൂ ഒറ്റ ഭാര്യമാരിൽ ഒതുങ്ങിയവർ. നമ്മുടെ കർക്കശക്കാരനായ ദേവരാജൻ മാഷ് പോലും ആരും അറിയാതെ പെരുന്ന ലീലാമണിയമ്മയെ പ്രണയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പ്രണയിച്ചാണല്ലോ കല്യാണം കഴിച്ചത്. ദേവരാജൻ മാഷിനെ പോലെ ഒരാളിനെ ഒന്നും ഒരിക്കലും നാടകത്തിൽ കിട്ടില്ലല്ലോ. അത്രയും സത്യസന്ധമായി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം പോലും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. എൻ്റെ ഗുരുനാഥൻ ജേസു സാർ ഒരു നാടക സ്റ്റേജിൽ അഭിനയിക്കുമ്പോഴാണല്ലോ ഒരു നടിയുമായിട്ട് ഭയങ്കരമായൊരു പ്രണയത്തിലാവുന്നത്. അപ്പൊ ദേവരാജൻ മാഷുള്ളത് കൊണ്ട് ഒരു നടൻ ഒരു നടിയോട് സംസാരിച്ചാൽ 5 രൂപ, അന്നത്തെ കാലത്ത് 5 രൂപ ഫൈനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിച്ച് ആരും പ്രണയിക്കില്ല. ജേസു സാർ പ്രണയിച്ച എങ്ങനെയെന്ന് ചോദിച്ചാൽ, നാടകത്തില് പാട്ട് സീനിൽ അഭിനയിക്കുമ്പോൾ പാട്ട് പാടേണ്ടാത്ത സ്ഥലങ്ങൾ വരുമ്പോൾ കാതില് പ്രേമ ഡയലോഗുകൾ പറയുമായിരുന്നു എന്നാണ് സാറ് തന്നെ എന്നോട് പറഞ്ഞത്. ഒടുവിൽ ആ പ്രണയം ഒരു പരാജയമായി. ആ പ്രണയ പരാജയം ഏറ്റുവാങ്ങിയ ഹതഭാഗ്യനാണ് ജേസു സാർ. ഒരിക്കൽ ഞങ്ങളെ പുറപ്പാട് നടക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സൂചന പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, അത് നന്നായി ദിനേശേ, ഒന്നുകിൽ ഞാൻ അവളെ കൊന്നിട്ട് ജയിലിൽ പോകുമായിരുന്നു, ഇല്ല അവൾ എന്നെ കൊന്നിട്ട് കടന്നേനെ. പ്രണയ പരാജയത്തെക്കുറിച്ച് സാറ് പറഞ്ഞത് അങ്ങനെയാണ്. ഒന്നിൽ ഞാൻ അവളെ കൊല്ലും, എന്നിട്ട് ജയിലിൽ പോകും, അല്ലെങ്കിൽ അവൾ എന്നെ കൊന്നിട്ട് കടന്നു കളയും. എന്തായാലും രണ്ടുപേരും കെട്ടാത്തത് നന്നായി എന്ന് അദ്ദേഹം പറയും. അതുപോലെ തന്നെ ഈ പ്രായത്തിലും സാർ എങ്ങനെ ഇത്രയും പ്രണയപൂർവ്വമുള്ള ഷോട്ടുകൾ എടുക്കുന്നതെന്ന് ഒരിക്കൽ ഈ ചിത്രീകരണം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗണേശൻ ചോദിച്ചു ജേസു സാർ. സാറ് പറഞ്ഞത്, ഞാൻ എത്ര റൊമാൻറ്റിക് ആയിരുന്നുവെന്ന് അറിയാവുന്ന ചിലർ ഈ സെറ്റിലുണ്ട് ഗണേശ. ഇതായിരുന്നു സാറിന്റെ മറുപടി. അത് കേട്ടോണ്ടിരുന്ന ഒരു അഭിനേത്രി എന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ചിരി ഇരിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് കൂടുതൽ വിശദമാക്കുന്നില്ല, കാരണം കാമുകനും കാമുകിയും പോയിട്ട് ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. നാടക രചയിതാക്കളിൽ അല്ലെങ്കിൽ നാടക സംവിധായകരിൽ എനിക്ക് പരിചയമുള്ളവരിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രാൻസിസ് ഡി മാവേലിക്കര, അതിൽ ബെന്നി പി നായരമ്പലം, ഇങ്ങനെയൊക്കെ ചുരുക്കം പേരേ ഉള്ളൂ ഒറ്റ ഭാര്യയിൽ ഒതുങ്ങിപ്പോയ അല്ലെങ്കിൽ ചുരുങ്ങിയ ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം.
1 വർഷക്കാലമോ 2 വർഷക്കാലമോ ഒരു ട്രൂപ്പിൽ നായകനും നായികയും, സംവിധായകനും നായികയും, അല്ലെങ്കിൽ നാടക മുതലാളിയും നായികയും ഒക്കെയായി സഹകരിക്കുമ്പോൾ, ഇന്ന് തിരുവനന്തപുരത്ത് നാടകം കളിക്കുകയാണെങ്കിൽ നാളെ തൃശ്ശൂരായിരിക്കും, മറ്റന്നാൾ കോഴിക്കോട്ടായിരിക്കും. അങ്ങനെ ഈ യാത്രയാണല്ലോ സീസണിൽ. അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും ഒരേ ലോഡ്ജുകളിൽ പകൽ ഉറങ്ങുകയും രാത്രി ഉത്സവപ്പറമ്പുകളിലേക്കുള്ള പലായനവും, സ്റ്റേജിൽ വർണ്ണവിളക്കുകൾക്ക് മുന്നിൽ നിന്നുള്ള പ്രേക്ഷകരുടെ സാക്ഷ്യപ്പെടുത്തിയുള്ള പ്രണയരംഗങ്ങൾ അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ജീവിതയാത്രയിൽ തട്ടയിൽ കയറി കാട്ടുന്ന, എന്താ പറയുക, ആ രംഗങ്ങളൊക്കെ ഇത് ജീവിതവുമായിട്ട് അങ്ങ് മിങ്കിളായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൈസ കൊണ്ടാണ് എൻ്റെ കുടുംബം എന്താ പറയുക, എന്തെങ്കിലും ആഹാരം കഴിച്ച് കിടക്കുന്നതെന്നോ ഒക്കെ ഓർക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ദൗർബല്യങ്ങൾ വീണു പോകും. അതുകൊണ്ടാണ് ഈ പ്രണയങ്ങൾ ഉണ്ടാവുന്നത് നാടകരംഗത്ത് നിന്ന്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വർഷം ഒരു നാടകത്തിൽ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷം ഈ നായകനും നായികയല്ലേ ഭാര്യയും ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ കാമുകനും കാമുകമായിട്ട് അഭിനയിക്കുന്നത്. ഇത് സംസാരിച്ച് സംസാരിച്ച് എവിടെയോ വെച്ച് ജീവിതവും അഭിനയവുമായിട്ടുള്ള അതിർവരമ്പ് തെറ്റിപ്പോവും. അങ്ങനെയാണ് വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിലും നാടക രംഗത്തും ഒരാളിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ നായകനെ കിട്ടുമ്പോൾ നായികയും, തിരിച്ച് പുതിയ നായികയെ കിട്ടുമ്പോൾ നായകനും തേച്ചിട്ട് പോകുന്ന ദുഃഖകഥകൾ ഒരുപാടുണ്ട് നാടകത്തിൽ പറയാൻ. വഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരുപാട് അനുഭവങ്ങൾ പലരുടെയും എനിക്കറിയാം. നാടകരംഗത്ത് നിന്നും സിനിമയിലെത്തിയ ഒരു നടിയും സന്തോഷകരമായ ഒരു ജീവിതത്തെപ്പറ്റി പറയാൻ കഴിയാറില്ല, പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. നാടകരംഗത്ത് നിന്നുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ് ഭൂരിപക്ഷം പേരും എന്ന് പറയാം. നാടകത്തിൽ നിന്നും എത്തിയവരിൽ അവർ മാത്രമാണ് എന്ന് പറയുന്നതും ശരിയല്ല എന്ന് ഞാൻ പറയും. നമ്മുടെ നായികമാരിൽ, നടികളിൽ എത്ര ശതമാനം പേർക്ക് സന്തോഷപൂർണമായ ജീവിതം കിട്ടിയിട്ടുണ്ടാവും? ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നാടകത്തിനെ മാത്രമായിട്ട് നമ്മൾ പറയണ്ട. സീരിയലിലായാലും സിനിമയിലായാലും നമ്മൾ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല കളർഫുള്ളായ ഡ്രസ്സൊക്കെ ഇട്ട് അഭിനയിക്കുന്ന സീരിയൽ രംഗത്തായാലും സിനിമയിലായാലും നല്ല കുടുംബജീവിതം കിട്ടിയ എത്ര പേരുണ്ട്? വണ്ടിക്കാളകളുടെ അനുഭവമാണ് മിക്കവാറും നടികൾക്ക് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയും. കാരണം നല്ല പ്രായത്തിൽ വണ്ടി വലിച്ച് 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 തളരുക, പ്രായമാകുമ്പോൾ വണ്ടി വലിക്കാൻ കഴിയാതെ ആകുമ്പോൾ ഇറച്ചിക്കാരൻ്റെ കത്തിക്ക് തല വയ്ക്കുക. ഇതാണല്ലോ വണ്ടിക്കാളയുടെ ജീവിതം. പക്ഷെ ഇതിലും ഇതുപോലെ തന്നെ പുരുഷന്മാരിലും ഉണ്ട്. തോതെടുക്കുമ്പോൾ അല്പം കുറവെന്നേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു നടൻ വിളിച്ചു. ഹലോ, ഞാൻ ദിനേശാണ്. ആരാ? എൻ്റെ പേര് പൂജപ്പര പപ്പൻ. പൂജപ്പര പപ്പൻ. അപ്പം ഞാൻ നാടകത്തിൽ എവിടെയോ പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പരിചയമില്ല. അപ്പം മറുവശത്തുനിന്ന് പറഞ്ഞു, സാറിന് എന്നെ മനസ്സിലാവണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ഞാൻ പൂജപ്പര രവിയുടെ സഹോദരനാണ്, അനിയനാണ്. ഞാൻ പറയൂ. സാറേ, എനിക്ക് ജീവിതം വളരെ ദുസ്സഹമാണ്. ഗാന്ധി ഭവനിൽ എനിക്കൊരു ഇടം വാങ്ങിത്തരുമോ? എനിക്ക് ജീവിക്കാനായിട്ട് കിടക്കാനായിട്ട് ഒരു സ്ഥലം ഗാന്ധി ഭവനിൽ ശരിയാക്കി തരുമോ? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി മിസ്റ്റർ പപ്പൻ? നല്ല മുഖമാണ് പുള്ളിയുടെ. ഞാൻ നാടകം കണ്ടിരിക്കാം അതൊക്കെ. അപ്പോഴാണ് പുള്ളി പറയുന്നത്, സാർ നാടകത്തിന് വേണ്ടി ജീവിച്ച ആളാണ് സാർ. സിനിമയിലൊക്കെ എന്തെങ്കിലും വേഷത്തിന് ആരെങ്കിലും വിളിച്ച് സെറ്റിൽ ചെല്ലുമ്പോൾ എൻ്റെ ചേട്ടൻ, എൻ്റെ അണ്ണൻ ആ സെറ്റിലുണ്ടെങ്കിൽ അദ്ദേഹം പറയും, യവന് വേഷം കൊടുക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. എന്താണ് ഈ സഹോദരന്മാർ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. പൂജപ്പൻ രവിയെ പോലെ ഇത്രയും സീനിയറായ ഒരു മനുഷ്യൻ അനുജനോട് അങ്ങനെ കാണിക്കാൻ പാടില്ല. ഞാൻ ആദ്യം വിചാരിച്ച് തമാശ പറയാണ്. ഒരു സെറ്റിൽ പൂജപ്പൻ രവി അഭിനയിക്കുന്ന ഒരു സെറ്റിൽ ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞ് ആളിൻ്റെ വലിപ്പവും ഇതൊക്കെ നോക്കിയവൻ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു, വരൂ പപ്പൻ വരൂ എന്ന് പറഞ്ഞ് പപ്പൻ ചെല്ലുമ്പോൾ, ഇവൻ എന്തിനാ ഇവിടെ വന്നേ? അത് ഇതിലൊരു വേഷം, യവൻ അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പൂജപ്പൻ രവി പറയുമായിരുന്നു എന്നാണ് ഈ പപ്പൻ പറയുന്നത്. എന്നെ ഇപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഗാന്ധി ഭവനിൽ കൊണ്ടാക്കുമോ എന്ന് ചോദിക്കാൻ കാര്യം, ഇപ്പം നാടകമൊന്നുമില്ല. കൊറോണയ്ക്ക് ശേഷം അദ്ദേഹത്തിന് നാടകമൊന്നുമില്ല, അസുഖങ്ങളുണ്ട്, അപ്പോൾ വരുമാനം ഇല്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട. മകള് വിദേശത്ത് എവിടെയാണെന്ന് തോന്നുന്നു, ഒരു മകള്. അവര് കുറച്ച് കാശെന്തോ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും, അതിലാണ് വീട് കഴിയുന്നത്. അതോ കൂടെ താമസിക്കുന്ന മകളോ, എന്തോ ഒരു കഥ എൻ്റെ പറഞ്ഞു. സാറേ, എന്നെ സംശയമാണ് സാറേ എൻ്റെ ഭാര്യയ്ക്ക്. ഞങ്ങൾക്ക് എന്ത് പറ്റി സാറേ? അവർ പറയുന്നത് എനിക്ക് നാടകത്തിൽ വേറെ ഏതൊരു കീപ്പുണ്ടെന്നാണ്. സാറേ, സ്വന്തം ഭാര്യയെ പോറ്റാൻ കഴിയാത്ത ഞാൻ
നാടകരംഗത്ത് ഒരു കീപ്പുണ്ടെന്ന് അല്ലെങ്കിൽ രണ്ടാം ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ സാർ ഞാൻ എന്ത് മറുപടി പറയാൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ചിന്നവീട് സെറ്റപ്പ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാം. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി എന്നെ വിളിച്ചത് വേറൊരു നാടക നടനാ. അനിൽ എന്തോ ഒരു സ്ഥലപ്പേരുള്ള ഒരാളാ വിളിച്ചത്. അപ്പൊ അനിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പപ്പൻ എന്നെ നേരിട്ട് വിളിക്കാൻ പറയൂ. അങ്ങനെ പപ്പൻ സംസാരിച്ചു. എന്നെക്കാളും പ്രായമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഈ പ്രശ്നം പറയാണ് വീട്ടിലൊരു സ്വൈരമില്ല സാർ. താൻ എവിടെയെങ്കിലും പോയി തൊലയ് എന്നുള്ള രീതിയിലാണ് ഭാര്യ സംസാരിക്കുന്നത്. ഞാൻ ആലോചിച്ചു കുട്ടികൾക്കൊക്കെ ജന്മം കൊടുത്ത ഒരു കലാകാരനായ മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലമാവുമ്പോൾ എനിക്ക് വേണ്ട തന്നെ എന്ന് പറയുന്ന ഒരു ഭാര്യ എന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. ഞാൻ ശരിയാക്കാം. ഞാന് പത്തനാപുരത്ത് സോമരാജ സാറിനെ വിളിച്ച് ഈ വിവരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു പൂജപ്പുര രവി എന്ന് പറഞ്ഞ നടനെ അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ അനുജനാണ് ഈ പൂജപ്പുര പപ്പൻ. ഒരു വലിയ നാടക നടനാണ്. ജീവിതം മുന്നോട്ട് പോകില്ല. അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് അവസ്ഥ. വീട്ടിൽ കയറാൻ നിവൃത്തിയില്ല. അയാളാണെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങും പോകില്ല. വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അവസാനം ഞാൻ പത്തനാപുരത്ത് ഗാന്ധി ഭവനിലേക്ക് എല്ലാം ഓക്കെ ആക്കിയപ്പോഴാണ് അറിയുന്നത്. ആരോ പറഞ്ഞ് SP സുനിൽ എന്ന് ഞാൻ വിളിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക കാന്തള്ളൂർ സ്വാമി എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന ഗ്രീൻ TV ഒക്കെ നടത്തിയിരുന്ന SP സുനിൽ നമ്മുടെ മലയാള സിനിമയിൽ തിരക്കഥാകൃത്തൊക്കെ ആയിരുന്നു. SP സുനിൽ ഈ വിവരം അറിഞ്ഞു. അപ്പൊ രസം എന്താണെന്ന് ചോദിച്ചാൽ കേരള തിയേറ്റേഴ്സിന് വേണ്ടി SP സുനിൽ എഴുതി അവതരിപ്പിച്ച നാടകത്തിൽ ഈ പപ്പൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ബന്ധം വെച്ചിട്ട് SP സുനിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഗാന്ധി ഭവനിലൊന്നും പോകണം, നിങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നു. എന്നോടൊപ്പം ഞാനും ഇപ്പൊ അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ചല്ലോ, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. പപ്പൻ എൻ്റെ കൂടെ ഒന്ന് താമസിച്ചുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. പപ്പൻ അതിൽ കൂടുതൽ എന്ത് വേണം? പപ്പൻ എന്നെ വിളിച്ചു. സാറേ ഇങ്ങനെ പറയുന്നു SP സുനിൽ അല്ലെങ്കിൽ സുനിൽ പരമേശ്വരൻ അല്ലെങ്കിൽ കാന്തളൂർ സ്വാമി ഇങ്ങനെ ഒരു ഓഫർ തന്നു. ഞാൻ പറഞ്ഞു 100% കൈ കൊടുക്കും. നിങ്ങൾക്ക് അയാൾ ഇപ്പോൾ ഒരു പുസ്തകശാലയൊക്കെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയും വായിച്ചും അല്ലെങ്കിൽ പുസ്തകങ്ങൾ പാഴ്സൽ ചെയ്യാൻ അയക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ അങ്ങ് കഴിയൂ. അതായിരിക്കും നല്ലത്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവിടെയും പ്രശ്നമാവുന്നു അല്ലെങ്കിൽ സുനിലിന് നിങ്ങളെ ഇനി നോക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ എന്നെ വിളിക്കൂ. ഞാൻ നിങ്ങളെ ഗാന്ധി ഭവനിൽ കൊണ്ടാക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നല്ല പ്രായത്തിൽ മുഴുവൻ നാടകരംഗത്ത് സജീവമായി നിന്ന് നല്ല കുടുംബജീവിതം നയിച്ച് മക്കളെയൊക്കെ അയച്ച് ₹1 വരുമാനമില്ലാത്ത കാലമായപ്പോൾ ഭാര്യ പറയാണ് നിങ്ങൾ എവിടെയെങ്കിലും പോയി തൊലയും, ഇവിടെ വേണ്ട. പൂജപ്പുര പപ്പനെ പോലെ ഒരുപാട് പേരുണ്ട്. പലരും അഭിമാനികളായതുകൊണ്ട് പുറത്ത് പറയാത്തതായിരിക്കാം. ഇപ്പൊ സിനിമയിൽ നമ്മളെല്ലാം നമ്മളെ കൊതിപ്പിക്കുന്ന അഭിനയ പഠനം കാഴ്ചവെച്ച ആളാണല്ലോ നമ്മുടെ ഫിലോമിന ചേച്ചി. ഫിലോമിന ചേച്ചിയുടെ ഭർത്താവ് ആ കാലത്തിൽ മരിച്ചുപോയി. ഒരു മകനുണ്ട്. മകൻ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് ഇവരെ കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഈ കിരീടവും ഗോഡ് ഫാദറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി അങ്ങ് സ്റ്റാർ ആയല്ലോ. ഒരുപാട് പൈസ സമ്പാദിച്ചു ചേച്ചി. പക്ഷെ അവരുടെ അവസാന കാലവും ഭയങ്കര കഷ്ടമായി. മകനുമായിട്ട് തെറ്റിയിട്ട് എറണാകുളത്ത് വന്ന് ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നു. ഷുഗർ കൂടി, കാലിലെയോ കയ്യിലെയോ ഒക്കെ വിരളൊക്കെ മുറിച്ചു. എന്നിട്ടും ചേച്ചി തോറ്റു കൊടുത്തില്ല. അതിനിടയിൽ വേറൊരു ദ്രോഹി, ഇപ്പൊ പത്തനാപുരം ഗാന്ധി ഭവനിലുള്ള സണ്ണി എന്ന് പറഞ്ഞ ഇവിടെ തിരുവനന്തപുരത്ത് പേട്ടക്കാരനായ ഒരാൾ ഏതോ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പ്രേം നസീറിന്റെ ഡ്രൈവറായിരുന്നു, ഫിലോമിനയുടെ 2ാം ഭർത്താവാണ്, എനിക്കും കൂടി അവകാശപ്പെട്ട വസ്തു എല്ലാം കൂടി മകൻ എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളമാണ് പുള്ളി പറഞ്ഞത്. ഞാൻ പത്തനാപുരത്ത് വെച്ച് കണ്ടതാണ്. പക്ഷെ ഞാൻ കൂടുതൽ അയാളെ വരട്ടാനൊന്നും പോയില്ല. ചിലപ്പോൾ ഭർത്താവില്ലായിരുന്നപ്പോൾ കുറച്ച് ദിവസം ഇവരെ കൂടെ ജീവിച്ചിരിക്കാം. അയാൾ അതിനെ 2ാം ഭാര്യയായിട്ട് അങ്ങ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, 2ാം ഭർത്താവായിട്ട്. ഫിലോമിന ചേച്ചിയുടെ ജീവിതവും കഷ്ടമായിരുന്നു അവസാന കാലം. ഞാൻ മദ്രാസിൽ ഏതൊരു പടത്തിന് പോയിട്ട്, ഞാൻ മുമ്പ് ഏതെങ്കിലും സ്റ്റോറി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഞാൻ മദ്രാസിൽ പോയാൽ ശരവണ ഭവനിൽ നിന്ന് മാത്രമേ ആഹാരം കഴിക്കൂ. നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന, നല്ല കോസ്റ്റ്ലി, നല്ല പൈസ കൊടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് കഴിക്കുന്ന പൈസയുടെ ഇരട്ടിയാവും. പക്ഷേ ഞാൻ ശരവണ ഭവനിലേ കഴിക്കും. അങ്ങനെ ഒരു ദിവസം ശരവണ ഭവനിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെല്ലുമ്പോൾ ഫിലോമിന ചേച്ചിയും മീനാമിയും കൂടെ അവിടെ ഇരിക്കുന്നു. നമ്മളെ സ്വഭാവം നടിയായിരുന്ന മീനയും കൂടി. ഞങ്ങളുടെ എന്തിവിടെ ഉണ്ണാൻ വന്നതാന്ന് പറഞ്ഞു. ഞാൻ വാച്ചിൽ നോക്കിയപ്പോൾ മണി 10 ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ അതിന് 10 മണിയല്ലേ ആയുള്ളൂ. അത് ഇൻസുലിനൊക്കെ എടുത്തിട്ട് വന്നിരിക്കുക. ഒരു 11:30 ആകുമ്പോൾ ഊണ് റെഡിയാവും. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഊണും കൂടെ ചേർത്ത് ഒന്നിച്ച് കഴിച്ചാൽ മതി. 11 മണിക്ക് 11:30ക്ക് ഉണ്ട് കഴിഞ്ഞാൽ രാവിലത്തതും. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഒരു
മോശമല്ലാത്ത പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫിലോമിന ചേച്ചി പോലെ ഒരാൾ, അല്ലെങ്കിൽ മീനാമ്മയെ പോലുള്ള ഒരാൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പൈസ ചെലവാക്കാതെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനും കൂടെ ചേർത്ത്, രണ്ടും കൂടെ ചേർത്ത് ഒരു ഭക്ഷണത്തിൽ നിർത്തുക എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര കഷ്ടം തോന്നി. അതുപോലെ തന്നെ മദ്രാസിൽ എത്രയോ വീടുകളൊക്കെ സമ്പാദിച്ച സുകുമാരിയമ്മ, ഒരു മകനേ ഉള്ളൂ, ഡോക്ടറാണ് സുരേഷ്. അയാൾ ഒരു ബ്യൂട്ടീഷ്യനെ എന്താണ് കല്യാണം കഴിച്ചത്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ എന്നെ തെറി വിളിച്ചാലും ശരി, സുകുമാരിയമ്മയുടെ അവസാന കാലം ദുരൂഹമായ കാലമായിരുന്നു. അവരുടെ അന്ത്യം. ജയലളിത കാണാൻ ചെന്ന, മുഖ്യമന്ത്രി ജയലളിത ആശുപത്രി കാണാൻ ചെന്നപ്പോഴെങ്കിലും സുകുമാരിയമ്മ ആ സത്യം പറയണമായിരുന്നു. പക്ഷേ പൊട്ടിക്കരയുക മാത്രമാണ് ചെയ്തത്. അവരുടെ വലിയ ആഗ്രഹമായിരുന്നു മരിച്ചാൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന്, ട്രാവൻകൂർ സിസ്റ്റേഴ്സിന്റെ കുടുംബത്തിൽപ്പെട്ടാണ്, തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന്, നാലാഞ്ചിറയിൽ കൊണ്ടുവന്ന് ശാന്തി കവാടത്തിലോ എവിടെയെങ്കിലും എന്നെ അടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മരിച്ചിട്ട് പോലും ആ ആഗ്രഹം സഫലമാക്കി കൊടുത്തില്ല എന്നുള്ളതാണ് മകൻ. കാരണം മകന് ഭാര്യ പറയുന്നതിലേ കേൾക്കാൻ പറ്റും. സുകുമാരി ചേച്ചിയുടെയും അവസാന കാലം ദുഃഖസാന്ദ്രമായിരുന്നു. ഒരു മോനേ ഉണ്ടായുള്ളൂ. പക്ഷെ എങ്കിൽ പോലും കോടികൾ സമ്പാദിച്ചിട്ടും സുകുമാരി ചേച്ചിക്ക് സ്വസ്ഥത കിട്ടി. ഇപ്പോൾ പി എ ബക്കറിന്റെ ചുവന്ന വിത്തുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ശാന്തകുമാരി ചേച്ചി ചുവന്ന വിത്തുകളിലാണല്ലോ സംസ്ഥാന അവാർഡ് വാങ്ങിച്ചു. ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന അവാർഡ്. അവര് നായികയായിരുന്നു, പിന്നെ മികച്ച നടിയായി. 2 പെൺമക്കളുണ്ടായി. ഭർത്താവ് ആ കാലത്തിൽ മരിക്കുകയോ എന്തോ ചെയ്തു. അതിനുശേഷം ആ 2 പെൺമക്കളെയും അവർ തന്നെ കെട്ടിച്ചേക്ക് വിട്ടു. അവസാന ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ വാർത്ത, റോഡ് നൈറ്റിയൊക്കെ കൊണ്ടുകിടന്ന് വിറ്റ് ജീവിക്കുന്നു. സംസ്ഥാന അവാർഡ് വാങ്ങിച്ചൊരു നടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ സിനിമയ്ക്ക് ഉദാത്തമായ മറ്റത് ചെയ്യും, ആനയും പൂനയും എന്നൊക്കെ ഫിലിം ഫെസ്റ്റിവലിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി മാമാങ്കം നടക്കുന്നിടത്ത് വാചകങ്ങൾ പറയുന്നു. സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ഒരു നടി നൈറ്റ് വിറ്റ് നടക്കുന്നു റോഡ്. അതിലെ കാറിൽ പാസ് ചെയ്ത ദിലീപ് എന്ന് പറഞ്ഞ പെണ്ണുപിടിയനും ആഭാസനും എല്ലാ കൊള്ളരുതായ്മയുടെയും വിളനിലമായ ദിലീപ് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ എത്രയോ സിനിമകളിൽ അഭിനയിച്ച ശാന്തകുമാരി ചേച്ചി കൈ നിറയെ കുറേ നൈറ്റിയുമായിട്ട് റോഡേ നടക്കുന്നു. അയാൾ കാറിൽ തിരിച്ചു വന്നു, പുറകേക്ക് വന്നു. എന്ത് ചേച്ചി ഇങ്ങനെ? മോനെ ജീവിക്കണ്ടേ മോനെ, ഇപ്പം വർക്കുകളൊന്നുമില്ല, ഞാൻ ഈ നൈറ്റ് വിറ്റ്, ഒരു നൈറ്റ് വിറ്റ് 5 രൂപ 10 രൂപ കിട്ടും, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒന്നും പഠിക്കാതെ അയാൾ, ചേച്ചി വേറെ എന്തെങ്കിലും ഇങ്ങനെ റോഡെ അലഞ്ഞു നടക്കാതെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് 5 ലക്ഷം രൂപ ദിലീപ് കൊടുത്തു. അവർ തന്നെ പറയുന്നു 5 ലക്ഷം രൂപ തന്നു. അമ്മ ഒരു വീട് വെച്ചു കൊടുത്തു. ഒന്നുമില്ലെങ്കിലും വാടക വീട്ടിലൊന്നും കഴിയാതെ അവസാന കാലത്ത് 2 പെൺമക്കളെ എങ്ങോട്ട് പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അവരവരെ വഴിക്ക് പോയോന്ന് എനിക്കറിയില്ല. ഇവരെന്തായാലും ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നു. ദിലീപ് കൊടുത്ത 5 ലക്ഷം രൂപയ്ക്ക് അവരെന്ത് ബിസിനസ് തുടങ്ങിയെന്നും എനിക്കറിയില്ല. നമ്മുടെ കുമ്പളങ്ങി ബീന, കള്ളംപൗത്രനടക്കം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച കുമ്പളങ്ങി ബീന, ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അവരടൂരുള്ള ഒരു, എന്താ പറയുക, അനാഥരെ പാർപ്പിക്കുന്ന സ്ഥലമെന്ന് തന്നെ പറയാം. ഗാന്ധി ഭവനെ പോലെ ഉള്ളൊരു സ്ഥാപനം. അവിടെ സീമാജി നായർ കൊണ്ടാക്കി എന്നുള്ളൊരു വാർത്ത വന്നാൽ, കാരണം അവർക്ക് അമ്മയും മീഡിയ ഒന്നും കൂടെ ചെയ്തു കൊടുത്ത വീട് അവരെ സഹോദരി അടിച്ചു മാറ്റി. സഹോദരിയും ഭർത്താവും കൂടി അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അവസാനം അവർ ഈ അനാഥ മന്ദിരത്തിൽ അഭയം തേടേണ്ടി വരികയും പോലീസൊക്കെ ഇടപെട്ട് ആ വീട് ഒഴിപ്പിച്ച് അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ അനാഥ മന്ദിരത്തിൽ നിന്ന് വീട്ടിലേക്ക് പോയി. ഒരു പെട്ടെന്ന് രോഗഗ്രസ്തയായി. ഞാൻ അറിഞ്ഞ ഇപ്പോഴത്തെ പുതിയ വിവരം അനുസരിച്ചാണെങ്കിൽ വളരെ മോശം അവസ്ഥയിലാണ്. നാക്കിലെന്തോ ക്യാൻസറിൻ്റെ അസുഖബാധിതയായി, എന്താ പറയുക, ആ വീട്ടിൽ കിടക്കുകയാണ്. കഷ്ടമായിപ്പോയി ബീനയുടെ കാര്യം എന്ന് പറയാം. കാരണം ഒരു കുട്ടികൾ ഒന്നുമില്ല. ഏതോ ഒരു ബോറൻ കല്യാണം കഴിച്ചു. അവൻ 24 മണിക്കൂറും വെള്ളം. എന്നിട്ട് അവൻ എവിടുന്നോ വിഴുന്ന് അവൻ ചത്തു. നമ്മളെ ചാളമേരി എന്ന് വിളിക്കുന്ന മോളി കണ്ണമാരി, അവർക്ക് ഉള്ള കാലം ദാരിദ്ര്യമേ പറഞ്ഞിട്ടുള്ളൂ. ചവിട്ട് നാടകം കൊണ്ട് ജീവിച്ച സ്ത്രീയാണ്. പക്ഷെ സിനിമയിലും സീരിയലിലൊക്കെ വന്ന് നല്ല കാശ് സമ്പാദിച്ചു. പക്ഷെ 2 ആൺമക്കളാണ്. അമ്മ ഒരു വീട് വെച്ച് കൊടുത്തപ്പോൾ ഒരു മോന് കൊടുത്തു. എന്നിട്ട് ഇവർ ചാനലിലൊക്കെ പറയും എനിക്ക് വീടില്ല, ഞാനിപ്പോൾ ഈ ഷെഡൊക്കെ കെട്ടി ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിയിലാണ് കിടക്കുന്നത്, കാരണം അടുത്ത മകന് വീട് വാങ്ങിച്ചു കൊടുക്കാൻ. ഈ മക്കൾക്ക് നാണമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമ്മയെ വിറ്റ് തിന്നുന്ന മക്കളെന്ന് ഞാൻ പറയും. ഇങ്ങനെ നമ്മുടെ നടിമാരുടെ ദയനീയ കഥ പറയാൻ തുടങ്ങിയാൽ നമ്മളൊരു 10 എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കലാകാരിയായാൽ വിവാഹം കഴിക്കരുത്, ഒറ്റത്തടിയായി ജീവിക്കണമെന്ന് ഞാൻ പറയും. മക്കളൊന്നും ഇല്ലെങ്കിലും ഒറ്റത്തടിയായി ജീവിക്കുന്ന കുമ്പളങ്ങി ബീനയുടെ കാര്യം കഷ്ടമാണെങ്കിൽ പോലും ഞാൻ പറയും, മക്കളൊന്നും വയസ്സുകാലത്ത് നമ്മളെ നോക്കൂല. അല്ലെങ്കിൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കാതെ എവിടെയെങ്കിലും പൈസ സമ്പാദിക്കണം. നമുക്ക് അവസരങ്ങളൊന്നും ഇല്ലാതെയായി അനാരോഗ്യവതിയാവുമ്പോൾ ആ പൈസ എടുത്ത് സുഭിക്ഷമായി ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി സ്വരുക്കൂട്ടി വെക്കണമെന്ന് ഞാൻ പറയും.
മീന ഗണേഷ് പുറകെ നടന്ന പൂവാലന്മാരെ ഒന്നും അടുപ്പിക്കാത്ത സ്ത്രീയായിരുന്നു. എന്തെന്നേട്ടാ കുന്തെന്നേ പറയുള്ളായിരുന്നു നല്ല പ്രായത്തിൽ. പ്രേമിച്ചവൻ യോഗ്യനാണെന്ന് കണ്ടപ്പോൾ അയാളെ വിവാഹം കഴിച്ചു. ഭർത്താവ് നാടകരചനയും സംവിധായകനും, ഭാര്യ നായിക. അപ്പൊ പിന്നെ പുറകെ കൊത്താൻ ആരും വരില്ലല്ലോ. നാടകത്തിലും സേഫായി. കാരണം അദ്ദേഹം എഴുതുന്ന നാടകം, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന നാടകം, അദ്ദേഹം അഭിനയിക്കുന്ന നാടകം, അതിലെ നായികയാണ് എന്ന് പറയുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. 39 വർഷം ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചും സ്നേഹിച്ചും മീനയും ഗണേഷും ജീവിച്ചു ഷൊർണൂരിൽ. 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. മകൻ സീരിയൽ സംവിധായകൻ. അണ്ടർലൈനിട്ട് കേൾക്കണം, മകൻ സീരിയൽ സംവിധായകൻ. മകൾ സ്റ്റുഡിയോ ഒക്കെയായി ഭർത്താവിനൊപ്പം ഭംഗിയായിട്ട് പാലക്കാട്ട് ജീവിക്കുന്നു. 2010 ഗണേഷ് മരിക്കുകയും മീനയ്ക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വരികയും ഉണ്ടായപ്പോഴാണ് അവരുടെ ജീവിതം ദുസ്സഹമാകാൻ തുടങ്ങിയത്. പരസഹായത്തോടെ ലൊക്കേഷനുകളിൽ മീനയെത്തി. BP കൂടി അവശയാവുകയും പ്രേമഭാജനമായിരുന്ന ഭർത്താവിന്റെ വിയോഗവും കൂടി മീനയെ അവശയാക്കി. ഒറ്റപ്പെട്ടുപോയി ഈ വയോവൃദ്ധ എന്ന് പറയാം. 82 വയസ്സെന്ന് പറയുമ്പോൾ നല്ല പ്രായമായല്ലോ. പരുന്ത് റാഞ്ചാതെ കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒതുക്കുന്നത് പോലെ ഗണേഷ് മീനയെ കൊണ്ടു നടന്നതാണ്. കടയിൽ സാധനം വാങ്ങാൻ പോകാൻ ഇറങ്ങിയാൽ പോലും ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് 2 പേരും കൂടി ആയിരുന്നു അത്രേ സാധനം വാങ്ങാൻ പോയിരുന്നത്. ഗണേശന്റെ മരണശേഷം 5 സെന്റിലുള്ള ആ ചെറിയ വീട്ടിൽ സീരിയൽ സംവിധായകനായ മകന്റെയും മരുമകളുടെയും കൂടെ അവർ ജീവിച്ചു. കല്യാണം കഴിഞ്ഞതോടെ മകൻ അമ്മയെ വേണ്ടത്രേ. പലവിധ മരുന്നുകൾ കഴിക്കുന്നതിനാൽ കൃത്യതയോടെ ആഹാരം കഴിക്കണം. അത് പലപ്പോഴും നടക്കാറില്ല. പകരം മരുന്നിന്റെ കാഠിന്യം കൊണ്ട് അവർ തളർന്ന് കിടന്നു വീട്ടിൽ. ഒരു നാള് മീന ഗണേഷ് മകളെയും കൂട്ടി ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ ജീവിക്കുന്ന മകൻ, ഈ സീരിയൽ സംവിധായകൻ എന്ന് പറയുന്ന മഹാൻ, അവരോട് പറഞ്ഞത് ചിരട്ട എടുത്ത് തെണ്ടാൻ പോവാനാണ് പറഞ്ഞത്. ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. ഇതൊക്കെ അണ്ടർലൈൻഡ് ഈ പ്രോഗ്രാം കാണുന്നവർ കേൾക്കണം. കാരണം ഇതിന്റെ അവസാനം ഒരു ക്ലൈമാക്സ് പറഞ്ഞുതരാം. ചിരട്ട എടുത്തും കൊണ്ട് കടകൾ തോറും പോയി തെണ്ടി ജീവിക്കുന്ന തള്ളയോട് പറയുന്ന ഒരു മകനാണ് കലാകാരൻ, സംവിധായകൻ. അമ്മ മരിച്ചിടത്തൊക്കെ നിന്ന് അയാൾ സമർത്ഥമായ താടിയൊക്കെ ഒഴിഞ്ഞ് വാചം അടിക്കുന്നതാണ് കേൾക്കുക. അമ്മ ഒരു ഭയങ്കര കലാകാരിയായിരുന്നു, അച്ഛൻ ഭയങ്കര കലാകാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള 2 മക്കളെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? പോലീസ് ഇടപെട്ടു. പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിച്ചു. വീണ്ടും ഒന്നിച്ച് താമസിച്ചു. സ്വാഭാവികമായും വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. മകൻ ഈ അമ്മ താമസിക്കുന്നതിന് അടുത്ത് തന്നെ വേറൊരു വാടക വീടെടുത്ത് അങ്ങോട്ട് താമസം മാറി. മീന ഗണേഷ് ഒറ്റയ്ക്കായി. സഹായത്തിന് ഒരു സ്ത്രീയെ മീന ഗണേഷ് ഒപ്പം കൂട്ടി. മകള് പക്ഷേ പാലക്കാട്ട് താമസിക്കുന്ന മകൾ അമ്മയോട് പലവട്ടം പറഞ്ഞു, അമ്മ അവിടെ ഷൊർണൂർ ഒറ്റയ്ക്ക് കിടക്കണ്ട, അമ്മ സുഖമായിട്ട് അമ്മയ്ക്ക് ജീവിക്കാൻ എൻ്റെ കൂടെ പാലക്കാട്ട് വരാൻ പറഞ്ഞു. പക്ഷേ ഭർത്താവുമായി ജീവിച്ച ഈ കൊച്ചു വീട് വിട്ടു പോകാൻ മീന ഗണേഷ് തയ്യാറല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരം വെളുക്കുമ്പോൾ കണ്ണു തുറക്കരുതേ എന്ന പ്രാർത്ഥനയുമായവർ ആ ചെറിയ വീട്ടിൽ ജീവിച്ചു. 82 വയസ്സിൽ രക്തസമ്മർദ്ദം, BP ഉണ്ട്, പിന്നെ മസ്തിഷ്ക ആഘാതവുമായിട്ടാണ് പോരാടി അവർ മരിച്ചത്. വീട് തനിക്ക് എഴുതി തരണമെന്ന് മകൻ ശല്യപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. എനിക്ക് വ്യക്തമായി അറിയില്ല. അവരേതോ ഒരു ചാനലിൽ പറഞ്ഞു കേട്ടു. മകൻ പറഞ്ഞു ആ വീട് എനിക്ക് എഴുതി തരണമെന്ന്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ മകനും മകൾക്കും കൂടെ അല്ലേ കിട്ടുള്ളൂ. എന്തായാലും ഒരു കാര്യം പറയണം, 200-ലധികം സിനിമകളിൽ അഭിനയിച്ച ഒരു അഭിനേത്രിയായിരുന്നു മീന ഗണേഷ്. 10-40 വർഷം ഉറക്കം വിളിച്ച നാടകം കളിച്ച അഭിനേത്രി. മക്കളെ 2 പേരെയും മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത അമ്മ. അവരുടെ അവസാന കാലം ദുഃഖസാന്ദ്രമായി പോയി എന്നുള്ളത് ഈ മക്കൾ അനുഭവിക്കും എന്നേ പറയാനുള്ളൂ. അമ്മയിൽ നിന്ന് കിട്ടിയിരുന്ന 5000 രൂപ കൈനീട്ടം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് ചെന്ന ചാനലുകളിലെല്ലാം അവർ പറഞ്ഞത്. അവിടെ മീന ഗണേഷ് ഒരു കള്ളത്തരം കാണിച്ചു. അമ്മ തരുന്ന കൈനീട്ടമല്ല, വേറെന്തോ പേരാണ് അവർ പറഞ്ഞത്. അത്രയും എനിക്ക് ആ 5000 രൂപയുടെ വരുമാനം അതുള്ളത് കൊണ്ട് ഞാൻ ജീവിച്ച് കിടക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ 5 വർഷം സാംസ്കാരിക ബോർഡ് ഡയറക്ടറായിരുന്നതാണ്. സാംസ്കാരിക ക്ഷേമത്തിൽ നിന്ന് 4000 രൂപ കിട്ടുന്നതിനെ കുറിച്ച് അവർ മിണ്ടിയതേയില്ല. അപ്പോൾ 9000 രൂപ വരുമാനമുണ്ട്. ഈ 4000ത്തെ കുറിച്ച് അവർ ഒരു ചാനലിലും പറഞ്ഞില്ല. അമ്മ കൊടുക്കുന്ന 5000 കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 9000 രൂപയുടെ വരുമാനം അവർക്കുണ്ടായിരുന്നു. 200 സിനിമകളിൽ അവർ അഭിനയിച്ചു എന്ന് പറയുന്നു. ഒരു സിനിമയിൽ 50,000 രൂപ വെച്ച് കിട്ടിയിരുന്നെങ്കിൽ അവർ 200 സിനിമയിൽ നിന്ന് എത്ര രൂപ ഉണ്ടാക്കി കാണും?
നമുക്കത് വേണമെങ്കിൽ 50,000 കളയാം. 10,000 രൂപ വെച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ 200 സിനിമകളിൽ നിന്ന് എത്ര രൂപ കിട്ടിക്കാണും? അപ്പൊ ആ കാശ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മക്കൾക്ക് കിട്ടിക്കാണും എന്ന് പറയും. മോളും മോനും കിട്ടിക്കാണുമെന്ന് ഞാൻ പറയും. കലാഭവൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തിനാണ് മണിയുടെ ഔദാര്യത്തിന് വേണ്ടി അവരങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 മക്കളും നല്ല നിലയിലല്ലേ? ഒരു സീരിയൽ സംവിധായകന് ഇന്നത്തെ കാലത്ത് ഒരു എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ഇപ്പോൾ 15,000 20,000 ഒക്കെ വാങ്ങുന്ന ഡയറക്ടറുണ്ട് ഒരു എപ്പിസോഡിന് ഒരു ദിവസം. 10,000 രൂപ വാങ്ങാത്ത ഒരു ഡയറക്ടറും ഇല്ല. പോട്ടെ, 5,000 രൂപ ഒരു എപ്പിസോഡിന് വാങ്ങുന്ന ഒരാളാണെന്ന് വെച്ചോളൂ ഇവരുടെ മകൻ. ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല. എന്തോ എനിക്കങ്ങ് മടുത്തുപോയി ആ പയ്യനെ. 5,000 രൂപ വെച്ച് വാങ്ങിച്ചാലും ഒരു മാസം 22 എപ്പിസോഡ് പോകുമ്പോൾ 1,10,000 രൂപയായി. ആ 1,10,000 രൂപ വാങ്ങുന്ന മകന് ഈ അമ്മയ്ക്ക് ഒരു 3 നേരം ആഹാരവും മരുന്നും വാങ്ങാനുള്ള കാശ് കൊടുക്കാൻ ഇല്ലേ? ആ 9,000 മറക്കൂ. പെൻഷൻ കിട്ടുന്ന 9,000 പോട്ടെ, അവന് കിട്ടുന്ന 1,10,000 രൂപയിൽ നിന്ന് 10,000 രൂപ അവർക്ക് കൊടുത്താൽ അവരെന്ത് അന്തസ്സായിട്ട് ജീവിക്കില്ലേ? ഇതൊക്കെ എന്ത് മക്കളെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വെറുതെ ഉണ്ടാക്കി ജന്മം കൊടുത്തതല്ലാതെ നേരെ വളർത്തി കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ മകനും ബാധ്യതയില്ലേ സ്വന്തം അമ്മയെ പോറ്റാൻ? അവർ കലാകാരനെന്നല്ലേ പറയുന്നത്. സാംസ്കാരിക ക്ഷേമനിധിയിൽ നിന്നും മീന ഗണേഷ് അവകാശിയായിട്ട് വച്ചിരിക്കുന്നത് എന്നെയാണ്. ഇത് വേറെ ഒരു ചാനലിലും വരില്ല. ഞാനതിൽ പ്രവർത്തിച്ചുകൊണ്ട് പറയാണ്. അമ്മ മരിച്ച ആ എന്താ പറയാ മൃതദേഹം കത്തിത്തീരുന്നതിന് മുമ്പ് മകൻ തിരുവനന്തപുരത്ത് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ വിളിച്ച് പറയാണ്, മീന ഗണേഷിന്റെ അവകാശിയായി വച്ചിരിക്കുന്നത് എൻ്റെ പേരാണ്. അമ്മ മരിച്ചതിൻ്റെ ആ അടക്കത്തിൻ്റെ ഒരു ചെലവിന് അവിടെ നിന്ന് ഒരു 10,000 രൂപ അനുവദിക്കും. ആ പൈസയും അമ്മ മരിച്ചതുകൊണ്ട് ആ പെൻഷനും എനിക്കാണ് അവകാശപ്പെട്ടത്, അത് എനിക്ക് തരണം എന്ന് പറഞ്ഞ് സാംസ്കാരിക ക്ഷേമനിധിയിൽ അദ്ദേഹം വിളിച്ചത്. നാണമില്ലേ എന്നേ ഞാൻ ചോദിക്കുള്ളൂ. കാരണം അമ്മയെ വേണ്ട, അമ്മയെ ചിരട്ടയെടുത്ത് റോഡെ നടന്ന് തെണ്ടി ജീവിക്ക് തള്ള എന്ന് പറഞ്ഞ മകൻ അമ്മയുടെ പെൻഷന്റെ അവകാശി ഞാനാണ്, അല്ല സഹോദരിയൊന്നും അല്ല, എനിക്ക് ആ പെൻഷനും കിട്ടണം, മരണാനന്തര ചെലവിന്റെ പൈസയും കിട്ടണം എന്ന് പറയുമ്പോൾ അല്പം എന്താ പറയാ നാണം വേണമെന്ന് ഞാൻ പറയും. അങ്ങനെ എന്താ പറയാ അമ്മയെ വേണ്ട, അമ്മയുടെ അവകാശ പെൻഷൻ വേണം എന്ന നയം ശരിയാണോ മകനെ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ചോദിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാൻ എല്ലാ എപ്പിസോഡിലും ഇത് പറയുന്നത് കൊണ്ട് റിപ്പീറ്റ് ആവുകയാണ്. എൻ്റെ അമ്മ മരണം വരെയും എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ട എന്നെ വളർത്തിയെടുത്ത എൻ്റെ അമ്മയുടെ മരണം വരെയും ഞാൻ പൊന്നുപോലെയാണ് എൻ്റെ അമ്മയെ നോക്കിയത്. ഒരു നേരം പോലും ഞാൻ എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചിട്ടില്ല, അമ്മയെ പട്ടിണിക്കിട്ടിട്ടില്ല, അമ്മയ്ക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാതിരുന്നിട്ടില്ല. ആകെ ചെയ്തത് സീരിയൽ എടുത്ത് കടം വന്നപ്പോൾ എൻ്റെ വീട് കിടപ്പാടം ഞാൻ വിറ്റു. ദാരിദ്ര്യത്തിൽ പോലും അമ്മ വിൽക്കാതിരുന്ന ആ പഴയ വീടിരുന്ന സ്ഥലത്ത് പുതിയ വീട് വെച്ചിട്ട് അതിനെ വിട്ടിട്ട് മരിക്കുമ്പോൾ അമ്മ വാടക വീട്ടിലായിരുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ അമ്മയെ ഞാൻ നോവിച്ചിട്ടില്ല. പക്ഷെ ഈ മക്കളൊക്കെ അമ്മയെ ഇങ്ങനെ വേദനിപ്പിച്ച് ഇഞ്ചായി കൊല്ലുക. നാളെ നേരം വിളിക്കുമ്പോൾ ഭഗവാനെ ഞാൻ എണീക്കരുത് എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഗതികേട്. എന്നിട്ട് അമ്മ മരിച്ച ആ ചിതയുടെ തീ അണയുന്നതിന് മുമ്പ് വിളിച്ചിട്ട് അമ്മയുടെ പെൻഷന്റെ അവകാശി ഞാനാ, ആ മരണാനന്തര ചെലവും പെൻഷനും എനിക്ക് തരണേ, ചിലപ്പോൾ എൻ്റെ സഹോദരി അവകാശം ഉന്നയിച്ചാൽ കൊടുത്തുകളയരുത് എന്ന് വിളിക്കുന്ന മകൻ, ഇവനെയൊക്കെ എങ്ങനെ കലാകാരനെന്ന് പറയും? എനിക്ക് പുച്ഛം തോന്നുന്നു ആ ചെറുപ്പക്കാരനോട്. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇവിടെ വെച്ച് നിർത്തുന്നു. ഭർത്താവും ഭാര്യയും കൂടെ ചേർന്ന് 2 മക്കളെ ഉണ്ടാക്കി നന്നായിട്ട് വളർത്തിയെടുത്ത് നല്ല ജീവിത സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും 82ാമത്തെ വയസ്സിൽ നേരം വെളുക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്ന ഗതികെട്ട മീന ഗണേഷ് എന്ന് പറഞ്ഞ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലാത്ത ആ ചേച്ചിക്ക്, അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഇങ്ങനെയുള്ളവരൊന്നും നരകത്തിൽ പോവില്ല, സ്വർഗത്തിൽ തന്നെ പോവും. പക്ഷേ ആ അമ്മ ശപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മം കൊടുത്ത മകനൊക്കെ അനുഭവിക്കും, അല്ലെങ്കിൽ അവൻ്റെ വരും തലമുറ അവനെ അനുഭവം പഠിപ്പിക്കും എന്നെനിക്ക് ഉറപ്പാണ്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് ആത്മരോഷം കൂടുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മീന ഗണേഷ് എന്ന് പറഞ്ഞ കലർപ്പില്ലാത്ത അഭിനേത്രിക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.